ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഓസ്ട്രേലിയ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ വിമർശനം ആഗോളതലത്തിൽ ശ്രദ്ധേയമായിരിക്കുകയാണ്. പലസ്തീൻ രാഷ്ട്രപദവിക്ക് അംഗീകാരം നൽകാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനത്തിന് പിന്നാലെ വന്ന ഈ പ്രസ്താവന മധ്യപൂർവേഷ്യൻ വിഷയങ്ങളിൽ ഓസ്ട്രേലിയയുടെ വിദേശ നയത്തിൽ ഒരു സുപ്രധാന മാറ്റം വരുത്തുന്നുണ്ട്. ഗാസയിലെ യുദ്ധം, നിരപരാധികളായവരുടെ ദുരിതം, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം, ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനമാണ് ഈ സംഭവ വികാസങ്ങൾ ആവശ്യപ്പെടുന്നത്. 2023 ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനു ശേഷം ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടികൾ അത്ഭുതപൂർവമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. ഈ യുദ്ധത്തിൽ 61,500-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കണക്കുകൾ സ്ഥിതിയുടെ ഗൗരവം വ്യക്തമാക്കുന്നു. ഈ മരണങ്ങളിൽ വലിയൊരു പങ്കും സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളുമാണ്. ആശുപത്രികൾ, സ്കൂളുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഗുരുതരമായ മാനസിക പ്രതിസന്ധിക്ക് വഴിവെച്ചു. കുടിവെള്ളം, ഭക്ഷണം, വൈദ്യസഹായം എന്നിവയുടെ ലഭ്യതയില്ലായ്മ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഗാസയിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പൂർണ്ണമായും നിഷേധിച്ചുവെന്ന് അൽബനീസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. ഒരു ലോക നേതാവ് എന്ന നിലയിൽ മാനുഷിക പ്രതിസന്ധിയോടുള്ള ഇസ്രായേലിന്റെ നിസ്സംഗതയാണ് അൽബനീസ് വിമർശിച്ചത്. ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് നേരെ കണ്ണടച്ച് ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഇസ്രായേലിന്റെ നിലപാടിനോടുള്ള കടുത്ത അതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത്. ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പലസ്തീന് രാഷ്ട്രപദവി നൽകാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഗാസയിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും ദുരാഷ്ട്ര പരിഹാരത്തിന് സാധ്യത ഒരുക്കുന്നതിനും ഈ നീക്കം നിർണായകമാണ്. ഫ്രാൻസ്, കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളെ പോലെ ഓസ്ട്രേലിയയും ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാൻ തീരുമാനിച്ചു. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ഓസ്ട്രേലിയ ഈ നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു.